ഒരു പ്രൊഡ്യൂസറായിട്ട് സിനിമയെ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു ആക്ടറായിട്ട് സിനിമയെ കാണുന്നതും പ്രൊഡ്യൂസറും കൂടെ ആയി കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അങ്ങനെ ചേഞ്ച് ഉണ്ടോ? അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ല. ബിക്കോസ് എൻ്റെ പാർട്ട്ണർ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു പാർട്ട്ണറാണ്, തോമസ് തിരുവല്ല ഫിലിംസ്. അപ്പോൾ തോമസ് പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവിലും കൂടി ചിന്തിക്കാൻ തുടങ്ങുക കൂടുതൽ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഞാനൊരു ആക്ടറും കൂടെ ആയത് കാരണം നമ്മൾ ഇപ്പം ഒരു ആക്ടറെ നമ്മൾ ഹയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ നമ്മൾ ഹയർ ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും അവരെ വിളിച്ചിട്ട് ഇത് ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ്, നിങ്ങൾ കുറച്ചൊന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. So I was very clear that in my mind that ഇനി അങ്ങനത്തെ ആരെങ്കിലും എന്നോട് പറയണം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് സിനിമയിൽ ഈ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അത് ഡാർക്കാവും. നമ്മളത് എന്താണ് കുറച്ച് എന്താണ് ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? ഒരാൾ ഒരു ഇത് പറഞ്ഞു, അത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുക. നമ്മുടെ എന്താണ് ബഡ്ജറ്റ് നമ്മൾ അവരൊക്കെ പറയുക. ക്രിയേറ്റീവ് സ്പേസിലെ ബാർഗൈനിങ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. സോ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് ഇൻ ദാറ്റ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് തോമസ് ചേട്ടനും അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറയ്ക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇനിയിപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല.